റോഹന്റെയും ഋതുമോളുടെ കാര്യത്തില് എല്ലാവരുടെയും തീരുമാനത്തിനനുസരിച്ച് രാജുവും പിന്നോട്ട് നിൽക്കരുത്. മേഡം, അംബിക മേഡം ദീപക് സാറും വരുന്നുണ്ട്. രാവിലെ തന്നെ എല്ലാരും കൂടെ അണിഞ്ഞൊരുങ്ങി ഇറങ്ങിയോ? അമ്മായി നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ. ആ രാജു, എല്ലാരും വന്നല്ലോ. കാർ റെഡിയാണോ? ആ റെഡിയാ സാറേ. അപ്പൊ ഇറങ്ങിയാലോ? ആ വാ. ഒരു മേഡം. മോളെല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ അളിയ. ആ നിന്റെ പെണ്ണിന്ന് ഇങ്ങോട്ട് വരുന്നതല്ലേ അളിയ? അപ്പൊ ഒന്ന് ഒരുങ്ങിക്കളയാന്ന് വിചാരിച്ചു. അതിന് നീയൊക്കെ എന്തിനാണ് ഒരുങ്ങുന്നത്? വരുന്നത് നിന്റെ പെണ്ണൊന്നും അല്ലല്ലോ. അതല്ലടാ, നിന്റെ കൂട്ടുകാരായിട്ട് ഞങ്ങള് മോശം കെറ്റപ്പി നിന്നാ അത് നിനക്കല്ലേ മോശം. ആ അതുകൊണ്ട് ഫുൾ സെറ്റപ്പ് ആയിട്ട് നിക്കാന്ന് വിചാരിച്ചു. അല്ലളിയ, അവരിതുവരെ എത്തിയില്ലേ? അവരിപ്പോ എത്തോടാ? ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആരൊക്കെ വരുന്നുണ്ടാ? ഋതികയും വർമ്മയെങ്കിലും പിന്നെ അവരുടെ വീട്ടുകാരും ഉണ്ടായിരുന്നു. ആ അഡീഷണൽ ആയിട്ട് ഒരു പാർട്ടി കൂടി വരുന്നുണ്ട്. ആരാന്നറിയോ? രാജു. അവൻ വരട്ടെ, അവനെ ഞങ്ങൾക്കൊന്ന് കാണണം. അവൻ ഞങ്ങൾക്ക് പറ്റിയ ഇരയാണോന്ന് ഒന്ന് അറിയണമല്ലോ. അല്ലടാ, അവൻ നിങ്ങൾക്ക് പറ്റിയ ഇരയൊന്നുമില്ല. ആ പിന്നെ മറ്റവനും കൂടെ ഉണ്ട്, ആ ദീപക്. അവനായിരുന്നു ഋതികയെ കെട്ടാനിരുന്നത്. ഈ രാജു പ്ലാൻ ചെയ്തിട്ടാ ദീപകിനെ വേലക്കാരിയെ കൊണ്ട് കെട്ടിച്ചത്. അളിയാ, ഉർവശി ശാപം ഉപകാരം എന്നൊരു ചൊല്ലുണ്ട്. അതാണ് ഇവിടെ നടന്നത്. അതായത് രാജുവിന്റെ റൂട്ട് തെളിക്കാൻ വേണ്ടി അവൻ പാര വെച്ച് ആ വേലക്കാരിയെ കൊണ്ട് അവനെ കെട്ടിച്ചു. പക്ഷേ സത്യത്തിൽ അതുകൊണ്ട് ഫലം ഉണ്ടായത് നിനക്ക. അവന്റെ റൂട്ട് ക്ലിയർ ആയതുമില്ല, നിന്റെ തല വരെ തെളിയുകയും ചെയ്തു. എന്തായാലും കൃത്യസമയത്ത് തന്നെ നീ അവളെ കയറി കൊത്തിയല്ലോ. കാലക്ക് കളിയാ. ഇവരെ പിന്നെ നമുക്ക് പണ്ടേ അറിയാലോ. അവരെ എത്തിയില്ലേ? ആ അച്ഛാ, അവരെത്താറായെന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കാ. നമസ്കാരം. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ? സുഖമായിരുന്നോ? കുഴപ്പമില്ലായിരുന്നു. വാടോ, അതോടിരിക്കാം. വാ മോളെ, മോള് വരുന്നതും കാത്ത് എല്ലാരും അകത്തുണ്ട്. ഇനി എന്നും കാണാനുള്ള ആൾക്കാരല്ലേ, അവരെയൊക്കെ പരിചയപ്പെടണ്ടേ? മോള് വാ. അംബിക ആന്റി, ദീപകെ, യാമിനി ആന്റി, എല്ലാരും അകത്തേക്കോ. അല്ല, രാജു എന്താ അകത്തേക്ക് വരാത്തെ? പ്രത്യേകം ക്ഷണിക്കാത്തോണ്ടാണോ? ഏയ്, ഞാൻ അകത്തേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ നിൽക്കാന്ന് വിചാരിച്ചു. അങ്ങനെയല്ലല്ലോ രാജു. ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് മുറ്റത്ത് നിൽക്കാന്നൊക്കെ പറഞ്ഞാൽ അത് ഞങ്ങൾക്കല്ലേ മോശം. അതുകൊണ്ട് അകത്തേക്ക് വാ. ഓ, അപ്പോ ഇതാണല്ലേ രാജു? അതെ. ഹലോ രാജു. ആ ഞാൻ കാർത്തിക്, റോഹന്റെ ഫ്രണ്ടാ. ആ ഹലോ സാർ. ഞാൻ അഭിലാഷ്. ആ രാജു വാ. നിങ്ങളും വാ. നിങ്ങൾ കയറിക്കോ, ഞങ്ങളിപ്പോ വരാം. ഇതാ ഞങ്ങളുടെ റോഹന്റെ പെണ്ണ്, സുന്ദരിയല്ലേ? പിന്നെ അല്ലാതെ റോഹന് ചേരുന്ന പെണ്ണ് തന്നെയാ. കാണുമ്പോ തന്നെ അറിയാലോ, നല്ല അടക്കം ഒതുക്കമുള്ള കുട്ടിയാ. റോഹന്റെ ഭാഗ്യമായി കുട്ടി. ആ അംബികെ, യാമിനി, ഞങ്ങളുടെ വീടൊക്കെ കാണണ്ടേ? വാ മോള് വാ. വേണ്ട ആന്റി, ഞാനിവിടെ നിന്നോളാം.
മോനെ നീ ഇവിടെ ആകെ ബോർഡ് ചെക്ക് ചെയ്യാണെന്ന് തോന്നുന്നു. ഏയ് അങ്ങനെയൊന്നുമില്ല സർ. ആ അങ്ങനെയൊന്നുമല്ലല്ലോ. ദേ നിന്റെ മുഖം കണ്ടാൽ തോന്നും. ഓന്റെ നോട്ടവും നിൽപ്പോ കണ്ടാൽ അറിയാം ഓൻ ഞങ്ങൾ അന്യരായിട്ടാ കാണുന്നതെന്ന്. ഏയ് ഒരിക്കലും അല്ല സർ. ദേ നീ വന്നേ. വാന്നേ, എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കണുണ്ട്. വാ. രാജുവിനോട് എന്തായിരിക്കും റോഹന്റെ അച്ഛനെ തനിച്ച് സംസാരിക്കാനുള്ളത്? പിന്നെ എന്തൊക്കെയാ രാജു വീട്ടിലെ വിശേഷങ്ങള്? എല്ലാവർക്കും സുഖമല്ലേ? ആ അതെ സർ, എല്ലാവർക്കും സുഖ. രാജുവിനും അച്ഛനും അമ്മയും 2 സഹോദരിമാരുമാണ് ഉള്ളതല്ലേ? ആ അതെ സർ. അതെ, ചോദിക്കുന്നുണ്ടോന്നും തോന്നരുത്. മിസ്റ്റർ വർമ്മയുടെ PA ആയിട്ട് ജോലി ചെയ്യുന്നതിന് രാജുവിന് കൂലിയായിട്ട് എത്ര കിട്ടും? സാർ എനിക്ക് മാസശമ്പളമായിട്ട് 38,000 രൂപയും പിന്നെ ട്രാവൽ അലവൻസും തരുന്നുണ്ട്. എല്ലാം കൂടി ഒരു 10,45,000, ചിലപ്പോ 50,000. അതെ സർ. വളരെ ദാരിദ്ര്യമുള്ള ഒരു കുടുംബത്തിന് മുന്നോട്ട് പോവാൻ ആ തുക ധാരാളമാണെന്ന് എനിക്കറിയാം. പക്ഷേ അതുകൊണ്ട് മാത്രം മതിയോ രാജു? എന്തെങ്കിലും സേവിങ്സ് ഒക്കെ വേണ്ടേ? സ്വന്തമായിട്ടൊരു സ്ഥലവും വീടും ഒക്കെ വേണ്ടേ? ദേ മറ്റാരും അറിയണ്ട, നമ്മൾ 2 പേരും മാത്രം പറഞ്ഞാൽ മതി. ഞാൻ നിനക്കൊരു ജോലി വാങ്ങിത്തരാം. നീ ആ PA പടിന്ന് മാറിക്കോ. എന്താ, സമ്മതമാണോ? എന്റെ ഒരു സുഹൃത്തെ ഇവിടെ ഒരു ബാർ നടത്തുന്നുണ്ട്. നിന്നെ ഞാൻ അവിടുത്തെ മാനേജരാക്കടാ. മാസം 10,75,000 രൂപ ശമ്പളം, പിന്നെ കിമ്പളം, പിന്നെ കമ്മീഷൻ. എന്തു പറയുന്നു? വേണമെങ്കിലേ 2 അടിക്കുകയും ചെയ്യാം. വേണ്ട സർ, വർമ്മ സാറിന്റെ കൂടെയുള്ള ജോലി തന്നെ എനിക്ക് മതി. വർഷങ്ങൾ ഒരുപാടായി ഞാൻ സാറിന്റെ കൂടെ കൂടിയിട്ട്. സാറ് തരുന്ന ശമ്പളം തന്നെ എനിക്കും എന്റെ കുടുംബത്തിനും ധാരാളം. സാറിന്റെ വലിയ മനസ്സിന് നന്ദി. മോനൊന്ന് നിന്നേ. എന്താ സാറേ? മതിയാക്കടാ നിന്റെ ഈ സാറേ സാറേ എന്നുള്ള വിളി. നീ സാറേ സാറേ എന്ന് വിളിക്കുമ്പോഴേ നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. സാഗരാജനും മോനും വെറും ഉണ്ണാക്കന്മാരാണെന്ന് കരുതിയെങ്കിൽ നിനക്ക് തെറ്റി. നീ എന്താണ് വർമ്മയുടെ മോളുടെ കണ്ണിൽ നോക്കി കഥകൾ കളിക്കുന്നോ? നീയും ആ പെണ്ണുമായിട്ടുള്ള സകല ചുറ്റിക്കളിയും ഞങ്ങൾ അറിഞ്ഞു. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ. എന്റെ മോന് ഇഷ്ടമായ ഒരേ ഒരു പെണ്ണാ അവള്. നിർത്തിക്കോണം. വർമ്മയുടെ വീട്ടിലുള്ള നിന്റെ കൂലിപ്പണിയും വർമ്മയുടെ മകളോടുള്ള നിന്റെ പ്രേമപ്പനിയും ഇന്നത്തോടെ നിർത്തിക്കോണം. ഇല്ലെങ്കിലേ നിന്നെ കൊത്തി എറിഞ്ഞ് കായലിൽ താഴ്ത്തും ഞാൻ. മനസ്സിലായോടാ? സാറേ കൈയെടുക്ക് സാറേ, കൈയെടുക്കാനാ പറഞ്ഞേ. സാറിപ്പോ എന്നോട് സംസാരിച്ച രീതി അത് തീരെ ശരിയായില്ല. ഞാൻ ഉദ്ദേശിച്ചതുപോലെയല്ല സാറെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ സാർ ഉദ്ദേശിക്കുന്ന പോലൊരു വ്യക്തിയല്ല ഞാനും. സമ്പത്തിനും പെണ്ണിനും വേണ്ടി സ്വന്തം മനസാക്ഷിയെ മറന്ന് പ്രവർത്തിക്കുന്നവനല്ല ഞാൻ. അങ്ങനെയല്ല എന്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചിരിക്കുന്ന. പുറമേ ഒരു സംസാരവും ഉള്ളില് മറ്റൊരു വൃത്തികെട്ട ചിന്താരീതികളും കൊണ്ട് നടക്കുന്ന സാറിനെ പോലുള്ള വലിയ ആളുകൾക്ക് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ മനസ്സേ മനസ്സിലാവില്ല. ഇത്രയും കടുത്ത വാക്കുകൾ സമ്പത്ത് കൊണ്ട് വലിയവനായ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയേണ്ടി വന്നതില് ഞാൻ ക്ഷമ ചോദിക്കുന്നു. സാമ്പത്തികം ഒന്നുകൊണ്ട് മാത്രം വലിയവൻ, പ്രവൃത്തി കൊണ്ടും ഗുണം കൊണ്ടും വലിയവനാവാൻ നോക്ക് സാറേ. ഇപ്പോഴാ രാജു
നീ എന്റെ പഴയ ചുണക്കുട്ടിയായ രാജുവായത്. എല്ലാം സഹിച്ചും ക്ഷമിച്ചും നീ താഴ്ന്നു കൊടുത്തിരുന്നെങ്കിൽ എല്ലാവരും നിന്റെ തലയിൽ കയറുമെന്നും തലയിൽ കയറാൻ വരുന്നവരോട് എങ്ങനെ മറുപടി പറയണമെന്നും നിനക്കിപ്പോ മനസ്സിലായല്ലോ. എനിക്കത് മതി. വർമ്മ സാറ് സാറിനെ കുറച്ചു നേരമായിട്ട് വെയിറ്റ് ചെയ്യാ. സാർ നടക്ക. ദീപക് എന്താ വൈഫിനെയും കുഞ്ഞിനെയും കൊണ്ടുവരാഞ്ഞത്? അവരെ കൂടി കൊണ്ടുവരായിരുന്നു. കൊണ്ടുവരണമെന്ന് വിചാരിച്ചതാ. ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേ കുഞ്ഞിനൊരു പനിക്കോള്. പിന്നെ ഞാനാ പറഞ്ഞേ വരണ്ടാന്ന്. ഇപ്പോഴത്തെ പനിയൊക്കെ ഒന്ന് സൂക്ഷിക്കണം. ഉം. അല്ല, നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞോ? ആ, സംസാരിച്ചു കഴിഞ്ഞു സാറേ. സാറിന് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അക്കൗണ്ട്സിന്റെ കാര്യത്തിലേ. ഞാനതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുകയായിരുന്നു. സാഗരജ വെറുതെ പറയുന്നല്ല, കണക്കിൽ പുലിയാണവൻ. ഒരു ചെറിയ തെറ്റുപോലും രാജുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഉണ്ടാകാൻ രാജു സമ്മതിക്കില്ല. കണക്കിന്റെ കാര്യത്തില് അത്ര കണിശക്കാരനവൻ. അതെനിക്ക് മനസ്സിലായി. അല്ല സാഗരജ, സോമരാജനെ കണ്ടില്ലല്ലോ, വരില്ലേ? ഇല്ല, വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈകിട്ട് ഇങ്ങോട്ട് വരുമെന്നാ പറഞ്ഞേ. ആ, ചിലപ്പോ വല്ല മീറ്റിംഗ് ഉണ്ടായിരിക്കും. മോൾക്ക് ഈ വീട് ഇഷ്ടായോ? ഇഷ്ടായി. ഇഷ്ടായില്ലെങ്കിൽ പറയണം. മോള് താമസിക്കേണ്ട വീടാ. അതുകൊണ്ട് മോൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നാളെ തന്നെ ഇത് ഇടിച്ചു പൊളിച്ചു കളഞ്ഞിട്ട് പുത്തൻ പുതിയൊരു വീട് മോൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ വെക്കും. ആ വീട്ടിലേക്കായിരിക്കും മോള് വന്നു കയറുന്നത്, അല്ലേ ഏട്ടാ? അതിലൊരു ചോദ്യമുണ്ടോ? മോള് പറഞ്ഞാൽ ഇടം വരാൻ നോക്കാതെ ഞങ്ങൾ ചെയ്തിരിക്കും. അതൊന്നും വേണ്ട. നീ ഇങ്ങനെ നിന്നാ മതിയോ? റെഡിയാവുന്നില്ലേ? ഇനിയിപ്പോ ആരും വരാനൊന്നുമില്ല. മെയിനായിട്ട് വരാനുള്ളവരൊക്കെ വന്നു കഴിഞ്ഞു. ഇനിയുള്ളവര് വരുമ്പോ വന്നാ മതി. അഭിലാഷേ, എന്റെ മുറിയിലെ ഷെൽഫിലെ ഇവനിടാനായിട്ട് ഞാൻ വാങ്ങിയ ഡ്രസ് ഇരിപ്പുണ്ട്. നീ പോയി അതെടുത്തുണ്ടോ? ശരിയെങ്കിൽ വാടാ. റോഹന്റെ ഫ്രണ്ട്സാ ഇവരെന്ന് വെച്ചാൽ അമ്മമാർക്ക് ജീവനാ. ഫുൾ ടൈം ഇവന്മാർ ഒരുമിച്ചാ. ചിലപ്പോഴൊക്കെ തോന്നും യുവമാര് നമ്മുടെ മക്കൾ തന്നെയാണോ എന്ന്. എന്ത് കാര്യത്തിന് യുവമാരോട് ഒരു ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, രണ്ടാമതൊന്നും ചിന്തിക്കാതെ അവന്മാരത് ചെയ്തിരിക്കും. അത്രയ്ക്ക് സ്നേഹമുള്ളവരാ. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ളവരെ കിട്ടാൻ ബുദ്ധിമുട്ടാ. പണം കൊടുത്താൽ കിട്ടുന്നതല്ലോ ആത്മാർത്ഥമായ ഫ്രണ്ട്ഷിപ്പ്. പണം കണ്ടു വരുന്നതാണെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം പിന്നിൽ നിന്നൊരു കുത്തും കൂടി പ്രതീക്ഷിക്കാം. ഏയ്, അവരത്തരക്കാരൊന്നുമല്ല. കേട്ടോ മോളെ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാ അവര് നിന്റെയും ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കണം. അല്ലാതെ ഈ പുഴുക്കുത്ത് പോലെയുള്ളതിന്റെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും വേണ്ട. അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ മോൾ ഒഴിവാക്കണം. അങ്ങളെ പിടിക്കേ. ഈ ഡ്രസ് നിന്റെ ബർത്ത്ഡേക്ക് വേണ്ടി അച്ഛൻ പ്രത്യേകം വാങ്ങിയത്. മോൻ ഹാപ്പി അല്ലേ? അത് പിന്നെ പറയണോ അച്ഛൻ? അച്ഛൻ എനിക്ക് ഏറ്റവും ബെസ്റ്റ് അല്ലേ സെലക്ട് ചെയ്യൂ. ഞാൻ ഹാപ്പിയാണ് അച്ഛൻ. ഓ, എന്നാ പോയി റെഡി ആയിട്ട് വാ.
സൂപ്പർ സൂപ്പർ ഡ്രസ് അല്ലടാ കാർത്തികേ. അതെ, എന്തൊക്കെ പറഞ്ഞാലും ഇവന്റെ അച്ഛന്റെ സെലക്ഷൻ പൊളിയാ. നിന്റെ അച്ഛൻ ഒരു വൈബ് തന്തനാണ്. എടാ അനുരാജ UK എടുക്ക്. ഡാ നിങ്ങൾ അങ്ങോട്ടൊന്ന് സംസാരിക്കേ. ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. വല്ലാത്തൊരു ദാഹം. ശരി, എടുക്കടാ. എടാ വീഡിയോ കോളാണ്, ഇവിടെ റേഞ്ച് കുറവാ. നമുക്കേ ടെറസിലേക്ക് പോവാം. അപ്പൊ ഇതാണ് ബർത്ത്ഡേ ബോയുടെ ബർത്ത്ഡേ ഡ്രസ്. ഇത് ഇട്ടുകൊണ്ടല്ലേ നീ കേക്ക് കെട്ടിയാൻ വരുന്നേ. ദീപക്കിന്റെ അമ്മയും ചേർന്ന് നിനക്കൊരു പണി തരാൻ പോവാ. നല്ല 8ന്റെ പണി. ഈ ഇട്ടത് നല്ല ഒന്നാന്തരം നായിക്കറിന് പൊടിയാ. ഇതങ്ങോട്ട് ശരീരത്ത് സെറ്റായി കഴിഞ്ഞാ അങ്ങോട്ട് ചൊറിയാൻ തുടങ്ങും. ചൊറിഞ്ഞൊറിഞ്ഞ് നിന്റെ ഊപ്പാട് വരും. നിനക്കെന്റെ പെണ്ണിനെ കെട്ടണം അല്ലേ? നിനക്ക് മുമ്പേ വന്നവന്മാരെല്ലാം കെട്ടിച്ചിട്ടാടാ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നേ. ഋതികയെ കെട്ടണമെന്നുള്ള നിന്റെ പാഴ്മോഹം അങ്ങ് മറന്നേക്ക് മോനെ. ഇങ്ങനെയുള്ള പണികൾ കിട്ടുമ്പോ നീ തന്നെ അവളെ മറന്നോളൂ. നീ തൽക്കാലം നിന്റെ ബർത്ത്ഡേ ചൊറിഞ്ഞ് കണ്ണീന്ന് പൊന്നീച്ച പറത്തിക്കൊണ്ട് ആഘോഷിക്കടാ. റോഹ, കാർത്തി, യുവമാരിത് എവിടെ പോയി? കാർത്തികേ, റോഹ, എന്താ മാഡം എന്നോട് വരാൻ പറഞ്ഞ എന്തിനാ? രോഹന്റെ അച്ഛനും രാജുവും തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. മാഡം അത് കേട്ടു അല്ലേ? അതിലൊന്നും വലിയ കാര്യമില്ല മാഡം. അക്കാര്യത്തെക്കുറിച്ച് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ എന്നെ പോലെ വലിയ വീട്ടില് ജോലിക്ക് നിൽക്കുന്നവരുടെ സ്ഥിതിയാ. ഞങ്ങളുടെയൊക്കെ വിധി എന്താണെന്ന് മാഡത്തിന് അറിയാവോ? ജോലിക്ക് നിൽക്കുന്ന വീട്ടിലുള്ളവരുടെ, ആ വീട്ടിൽ വരുന്ന ഗസ്റ്റുകളുടെ, ഇനി എവിടെയെങ്കിലും പോയാ അവിടെ ഉള്ളവരുടെയൊക്കെ വായിന്ന് നന്നായിട്ട് കേൾക്കുക. പക്ഷേ എപ്പോഴും ഒരുപോലെ ഇരിക്കാൻ പറ്റുമോ? എല്ലാത്തിനും ഒരു പരിധിയില്ല മാഡം. ഞാനൊരു പാവായതുകൊണ്ടല്ലേ എല്ലാവരും എന്റെ തലയിൽ കയറാൻ വരുന്ന. ഇനി അത് വേണ്ട. ഞാൻ നിശബ്ദനായി പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാ എന്നെ പോലെ തന്നെ മറ്റുള്ളവരോടും പ്രതികരിക്കാനുള്ള അവരുടെ ലൈസൻസ് ആയിട്ട് അത് മാറും. അത് വേണ്ടെന്ന് തോന്നിയിട്ടാ അയാളോട് ഞാൻ തിരിച്ചു പറഞ്ഞത്. അത് നന്നായി രാജു. അല്ലെങ്കിലും അങ്ങനെ തന്നെ പെരുമാറണ്ടേ. എനിക്ക് അങ്ങനെയുള്ള രാജുവിനെയാ ഇഷ്ടം. പറയാനുള്ളത് തുറന്നു പറയുന്ന, ആരെയും ഭയമില്ലാത്ത, മുഖത്ത് നോക്കി കാര്യം പറയുന്ന രാജുവിനെയാ എനിക്കിഷ്ടം. അങ്ങനെയുള്ള ആ രാജുവായിരുന്നു എന്റെ ഹീറോ. പക്ഷേ ഇപ്പൊ രാജു ആകെ മാറിപ്പോയി. മാഡം, അത് മാഡം എന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കാഞ്ഞിട്ടാ. എന്താ രാജു? രാജുവും രാജുവിന്റെ മേഡവും തമ്മില് ഒരു അടക്കം പറച്ചില്. അടക്കം പറച്ചില് രഹസ്യമൊന്നുമല്ല. ഞങ്ങളിങ്ങനെ വെറുതെ നാട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞു നിൽക്കായിരുന്നു. ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് വന്നാലും
രാജുവിന് ഋതിക മാഡത്തിന്റെ പുറകിൽ നിന്ന് മാറാൻ സമയമില്ലേ? കണ്ടില്ലേ മാഡം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളില് ഞാൻ എന്താ ചെയ്യണ്ടേ? നിശബ്ദനായിട്ട് നിൽക്കുമല്ലോ നല്ലത്. ഞങ്ങൾ നിന്നോടല്ലേ സംസാരിച്ചത്, അപ്പോ നീ ഞങ്ങളോടല്ലേ തിരിച്ച് സംസാരിക്കേണ്ടത്? അല്ല, നീ എന്തിനാ നിന്റെ ഋതിക മേഡത്തിനോട് സംസാരിക്കുന്നത്? എന്താ ഋതിക ഇത്? നല്ലൊരു ബർത്ത്ഡേ ആയിട്ട് റോഹൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോ നീ ഇവിടെ രാജുവായിട്ട് സംസാരിച്ചിരിക്കുന്നത് ശരിയാണോ? ഞാൻ ആരോട് എവിടെ നിന്ന് സംസാരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അത് ചോദ്യം ചെയ്യാൻ നീ ആരാ? മാഡം അങ്ങനെ പറയല്ലേ, റോഹൻ സാറിന്റെ ഫ്രണ്ട്സ് അല്ലേ? ഡാ, ഞാൻ നിന്നോടൊന്നും ചോദിച്ചോടാ. ഞാൻ അവളോടല്ലേ ചോദിച്ചേ. ഇത് വലിയ കഷ്ടമാണല്ലോ. നിന്നോട് എന്തെങ്കിലും ചോദിച്ചാ അവൾ ഉത്തരം പറയും, അവളോട് എന്തെങ്കിലും ചോദിച്ചാ നീ ഉത്തരം പറയും. ദേ, മാഡത്തെ വെറുതെ അവളെ ഇവളെന്നൊന്നും വിളിച്ച് സംസാരിക്കരുത്. അതെനിക്കിഷ്ടാവില്ല. എനിക്ക് മാത്രമല്ല, നിങ്ങളുടെ റോഹൻ സാറിന് ഇഷ്ടാവില്ല. ഓ പിന്നെ ഞങ്ങളുടെ റോഹനെ കുറിച്ച് നീ പറഞ്ഞു തന്നിട്ട് വേണോ ഞങ്ങൾ അറിയാൻ? അവൻ ഞങ്ങൾ പറയുന്നതിനപ്പുറം ഒരു ഇഷ്ടവും വളർത്താറില്ല. അത് മാത്രമല്ല, ഞങ്ങൾക്ക് ഒരു അതിർത്തിയും അവൻ വെക്കാറുമില്ല.